നമസ്കാരം, എൻ്റെ പേര് ശില്പ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. കല്യാണത്തിനൊക്കെ റെഡി ആകുമ്പോൾ ചില സമയം നമ്മൾ കസിൻസിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയൊക്കെ വെഡിങ് കുറച്ച് ദൂരെ ആയിരിക്കും, അതല്ലെങ്കിൽ ടെമ്പിൾ വെഡിങ്സ് ആയിരിക്കും, അമ്പലത്തിൽ വെച്ച് കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് പോകാണ്ട് അവിടെ നിന്ന് റെഡി ആവുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെ സാധനമാണ് പാക്ക് ചെയ്യേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഒരുപാട് സാധനം പാക്ക് ചെയ്ത് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെയുള്ള സാഹചര്യം എങ്ങനെയാണ് നമുക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒരു കിറ്റ് റെഡിയാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ മൾട്ടിപർപ്പസ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. കുട്ടി കുട്ടി ടിപ്സ്, ഞാൻ യൂസ് ചെയ്യുന്ന കുട്ടി കുട്ടി ടിപ്സും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതൊക്കെ പ്രോഡക്റ്റ് എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിനേക്കാളും മുമ്പേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. ചാനലൊന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് എടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജസ് അയക്കാവുന്നതാണ്. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം, നമുക്കൊരു കുട്ടി സ്കിൻ കെയറിൽ തുടങ്ങാം. ഒരു ടോണറും ഒരു മോയ്സ്ചറൈസറും മസ്റ്റാണ്. ടോണർ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണ് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടോണർ നല്ലതായിരിക്കും കേട്ടോ. നമ്മളതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിന് അതിൻ്റേതായ രീതിയിലുള്ള ഒരു ഡിഫറൻസ് കാണാനായിട്ട് പറ്റും. അതിപ്പോൾ ഒരു ടോണറും മോയ്സ്ചറൈസറും ഒരു സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് മോയ്സ്ചറൈസർ മസ്റ്റാണ്, ഒരു ടോണറും കൂടി അഡീഷണൽ ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ സ്കിൻ കെയറിൽ വരുമ്പം ഒരു ടോണർ മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും ക്യാരി ചെയ്യണം. ക്യാരി ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾ പോകുന്ന സ്ഥലം എന്താണ്, അവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്നുള്ളത് നോക്കുക. നമ്മൾ നാട്ടിലാണെങ്കിൽ എല്ലായിടത്തും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ ക്ലൈമറ്റ് ആണ്. അതല്ല നിങ്ങൾ ഇന്ത്യയിൽ തന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് ഡെസ്റ്റിനേഷൻ വെഡിങ് പോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തെ ക്ലൈമറ്റ് എന്താണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ മോയ്സ്ചറൈസർ ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കൊരു വെഡിങ് ഉള്ളത് ഡൽഹിയിലാണെന്ന് വിചാരിക്കുക. ഡൽഹിയിൽ നല്ല തണുപ്പുള്ള സമയത്താണ് ഈ വെഡിങ് നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ വേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നാട്ടിലെ ഹ്യൂമിഡ് ക്ലൈമറ്റിനെ കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കരുത് നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു മോയ്സ്ചറൈസർ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡൽഹിയിലുള്ള ക്ലൈമറ്റ് എന്താണെന്ന് നോക്കിയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ വേണം നിങ്ങൾ കരുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നാട്ടിലാണെങ്കിൽ പിന്നെ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറൈസറാണോ അത് മതിയാവും കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫംഗ്ഷൻ ഉള്ളത് ഡേ ടൈമിലാണെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. ചിലർക്ക് ഉണ്ടാവും സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഡള്ളായി പോകണു അങ്ങനെ എന്നുള്ളത്. അങ്ങനെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് സ്യൂട്ടാവുന്ന സൺസ്ക്രീൻ ഞാൻ മുന്നേ തന്നെ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് സൺസ്ക്രീൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള സൺസ്ക്രീനും കൂടി സംഘടിപ്പിച്ചെടുക്കുക. ഈ രണ്ട് കാര്യങ്ങളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് കാര്യം ഒരു പ്രൈമറാണ്. അപ്പോൾ ഞാൻ അധികവും ക്യാരി ചെയ്യാറ് മേബലിൻ്റെ ഈ ഒരു ഫിറ്റ് മീ പ്രൈമറാണ്. കാരണം ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസാണ്, കുട്ടി പ്രൈമറാണ് കേട്ടോ. ഭയങ്കര കോമ്പാക്റ്റ് ആണ്, ഈസി ടു ക്യാരി ആണ്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂയി ഫിനിഷാണ് ഇതും. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റിഫൈങ് ആയിട്ടുള്ള പ്രൈമർ തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഡ്യൂയി ഫിനിഷുള്ള പ്രൈമർ അല്ല യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമായിട്ടൊരു പ്രൈമർ വെക്കുക. ഇനി പ്രൈമർ യൂസ് ചെയ്യുമ്പം ചിലർ വിചാരിക്കും, ഞാൻ അതിന് മാത്രം ഹെവി മേക്കപ്പ് ഒന്നും അല്ല ചെയ്യുന്നത്, അപ്പോൾ പ്രൈമറിൻ്റെ ആവശ്യമുണ്ടോ? പ്രൈമർ എന്ന് പറയുന്നത് പ്രൈമർ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനൊരു ഡിഫറൻസ് വരും. അതായത് ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൈസ് മിനിമൈസ് ആവും, സ്കിന്നിന് ഒരു ഫിൽറ്റേർഡ് എഫക്റ്റ് കിട്ടും, നല്ലൊരു ക്യാൻവാസ് കിട്ടും. അപ്പം നിങ്ങൾ അതിന് മേലെ ഒരുപാട് മേക്കപ്പ് ഇടുന്നത് കൊണ്ടല്ല പ്രൈമർ യൂസ് ചെയ്യുന്നത്. നിങ്ങളെ സ്കിന്നിന് ആ ഒരു ടെക്സ്ചറിൽ ഒരു വ്യത്യാസം വരുത്താനായിട്ടാണ് നമ്മൾ മെയിനായിട്ടും പ്രൈമർ യൂസ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി നമ്മൾ ഒരു ഹെവി മേക്കപ്പ് ഒക്കെ ആണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിർത്തും. അതിനേക്കാളും കൂടുതൽ നമുക്ക് ആ സ്കിന്നിന് ആ ഒരു നല്ല ക്യാൻവാസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രൈമറോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വളരെ മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് ആണ് യൂസ് ചെയ്യണത് എങ്കിൽ കൂടെ നിങ്ങളൊരു നല്ല പ്രൈമർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുന്ന പ്രൈമറാണ്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാണ്, ജസ്റ്റ് സ്പോട്ട് കറക്ഷൻ മാത്രം ചെയ്യാൻ. അതായത് ഇപ്പോൾ ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ അണ്ടർ ഐ ഏരിയ മാത്രം, ചെറിയ ചെറിയ പിമ്പിൾസിൻ്റെ മാർക്ക് ഉണ്ടെങ്കിൽ സ്പോട്ട് കറക്ഷൻ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കൺസീലർ പാലറ്റ് കയ്യിൽ കരുതാം കേട്ടോ. ഫൗണ്ടേഷന് പകരം ഇങ്ങനത്തെ ഒരു കൺസീലർ പാലറ്റ് നിങ്ങൾ കരുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ കറക്ഷൻ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ
ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ആ ഡാർക്ക് സർക്കിൾ കവർ ചെയ്യാം. നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റിയിട്ടുള്ള എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കോമ്പാക്ട് സൈസിലുള്ള ഒരു കൺസീലർ പാലറ്റ് ആണ് നിങ്ങൾ കരുതുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമുക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാനായിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷനും കൂടെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ട്യൂബ് ഫൗണ്ടേഷനാണ് എടുക്കാറ്. ഗ്ലാസിൻ്റെ ഫൗണ്ടേഷൻ ട്രാവൽ ഫ്രണ്ട്ലി അല്ല എന്നുള്ളത് കൊണ്ടും ഇതിന് മുന്നേ നല്ല അടിപൊളി പണി കിട്ടിയിട്ടുള്ളത് കൊണ്ടും ഞാൻ ഗ്ലാസ് ഫൗണ്ടേഷൻസ്, ഗ്ലാസിൻ്റെ ബോട്ടിലുള്ള ഫൗണ്ടേഷൻസ് ക്യാരി ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇങ്ങനത്തെ ഫൗണ്ടേഷൻ ഞാൻ എടുക്കുമ്പം തന്നെ നമുക്കൊരു സെലോ ടേപ്പില്ലേ, ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തേക്കാം. സോ നമുക്ക് അവിടെ എത്തിയിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടി ചെയ്യുകയാണ് കുറച്ചും കൂടി സേഫ്റ്റി കൺസേണിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. നല്ല തുണിയൊക്കെ വെച്ചതിന് കൂടുതലാണ് നമ്മൾ മേക്കപ്പ് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആക്സിഡൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ധൈര്യം അനുസരിച്ച് ചെയ്യാം. പക്ഷെ ഞാനൊരു സെല്ലോ ടേപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്യൂബാണ് കുറച്ചും കൂടിയും സേഫ്റ്റി വൈസ് ഞാൻ സജസ്റ്റ് ചെയ്യാം. ആൻഡ് ഫൗണ്ടേഷൻസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ടൈം വാങ്ങിയിട്ട് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ദയവ് ചെയ്തിട്ടൊരു ഫംഗ്ഷന് എടുക്കാണ്ടിരിക്കുക. നിങ്ങൾ ഇതിന് മുമ്പേ യൂസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെ ആയിരിക്കണം നിങ്ങൾ ക്യാരി ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ദയവ് ചെയ്തിട്ട് ചൂസ് ചെയ്യാണ്ടിരിക്കുക. ഒന്നാമത്തത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ആണോ സ്കിന്നിന്, ഡാർക്ക് ആണോ സ്കിന്നിന്, ഓക്സിഡൈസ് ആവോ അല്ലെങ്കിൽ കേക്ക് ആവോ, അങ്ങനത്തെ ഒരു ധാരണയില്ലാത്തൊരു ഫൗണ്ടേഷൻ എടുത്തിട്ട് ആവരുത് നിങ്ങൾ പോയത്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഫൗണ്ടേഷൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ. 2, 3, 4 തവണ യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫംഗ്ഷൻ എടുക്കുക. അപ്പോൾ അതും കൂടി മനസ്സിൽ വെക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്ന ഒരു ഫൗണ്ടേഷൻ മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. നമുക്കൊരു കോമ്പാക്റ്റോ അല്ലെങ്കിൽ ഒരു ലൂസ് പൗഡറോ വേണം. ലൂസ് പൗഡർ അഗെയിൻ ആക്സിഡൻറ്റ്സ് എന്നുള്ള കാര്യം കൊണ്ട് ഞാൻ ഒഴിവാക്കാറാണ്. കോമ്പാക്റ്റ് എടുക്കാം. കോമ്പാക്റ്റ് എടുക്കുമ്പോൾ അതിന് കൂടെ ഒരു മിററും കൂടി ഉള്ള കോമ്പാക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇൻ കേസ് പോണ സ്ഥലത്ത് നിങ്ങൾക്ക് കണ്ണാടി കിട്ടാൻ ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വളരെ ഹാൻഡി ആയിട്ട് വരും കേട്ടോ. ഒരുപാട് പേര് ഒരുമിച്ച് റെഡി ആവുന്നതാണ്, നല്ല അടിപൊളിയായിരിക്കും കണ്ണാടിയുടെ മുമ്പിൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോമ്പാക്റ്റിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ഐ ഷാഡോ പാലറ്റിൻ്റെ കൂടിയോ ഒരു മിററും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി നല്ലതായിരിക്കും. ആൻഡ് അഗെയിൻ ഇങ്ങനത്തെ കോമ്പാക്റ്റിൻ്റെ ഇതിൻ്റെ ഇടയിലില്ല ഒരു ഒന്നെങ്കിൽ ആ സ്പോഞ്ച് വരില്ല, ആ സ്പോഞ്ചിനെ വെച്ചിട്ട് അടയ്ക്കുക അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടയ്ക്കുക. പ്രഷർ കൊണ്ട് ഈ കണ്ണാടി പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെയും കൂടി ശ്രദ്ധിക്കാം. ഇതിനെ കൂടെ ഒരു സ്പോഞ്ച് വരില്ലേ, ആ സ്പോഞ്ചിനെ വെച്ചിട്ട് അടയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി സ്പോഞ്ച് ഇല്ല എൻ്റെ പോലെ എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഐ ഷാഡോ ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ന്യൂട്രൽ പാലറ്റാണ് നിങ്ങൾ കരുതേണ്ടത്. ഇപ്പം നമ്മൾ ആരും തന്നെ എനിക്ക് തോന്നുന്നില്ല എത്ര പേര് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സൊന്നും ചൂസ് ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അങ്ങനത്തെ പാലറ്റ് എടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും സേഫ് ഒരു ന്യൂട്രൽ പാലറ്റാണ്. കാരണം ഇതിൽ തന്നെ നമുക്ക് അത്യാവശ്യം വി ക്യാൻ പ്ലേ അറൗണ്ട് വിത്ത് ദിസ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പാലറ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ഒരു പാലറ്റ് ഞാൻ എപ്പോഴും ക്യാരി ചെയ്യുന്ന ഒരു പാലറ്റാണ്. കാരണം ഈ ഒരു ഷെയ്ഡില്ലേ ഇത് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഐബ്രോസിന് പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാലറ്റിൽ നിങ്ങൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു ഷെയ്ഡ് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ 2-in-1 പേർപ്പസ് ആയിട്ട് കൺസിഡർ ചെയ്യണവർക്ക്. അതല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു ഐബ്രോ പെൻസിൽ കരുതാം. ഐബ്രോ പെൻസിൽ തന്നെ സ്പൂലി ഉണ്ടാവണം. അങ്ങനെയാകുമ്പോൾ സ്പൂലി നമ്മൾ സെപ്പറേറ്റ് കരുതേണ്ട ആവശ്യമില്ല. അതിന് സ്പൂലി എവിടെയും തപ്പേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ രണ്ടും ഉള്ളതിനെ കൊണ്ട് നമുക്ക് അതും സേഫ് ആണ്. ഇനി ഐ ഷാഡോൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഓപ്ഷനും കൂടി ഞാൻ തരാം. ഇങ്ങനത്തെ ലിക്വിഡ് ഐ ഷാഡോ ഉണ്ട്. ഇത് ഷുഗർ ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഇങ്ങനത്തെ ലിക്വിഡ് ഐ ഷാഡോ നിങ്ങൾക്ക് കരുതാം. ഒരു സൈഡിൽ ഗ്ലിറ്റർ ഉണ്ട്, മറ്റേ സൈഡിൽ നമുക്കൊരു മാറ്റ് ക്രീമും കൂടി ഉണ്ട്. ഇതാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ മിനിമലായിട്ടുള്ള ഒരു പണിയില്ല. ഒരുപാട് എന്താ പറയുക ഒരു താജ്മഹലൊന്നും കണ്ടിട്ട് മേലെ പണിയാൻ താല്പര്യമില്ലാത്ത ആൾക്ക് ഈ ഒരു 2 ഷെയ്ഡ് ഉണ്ടെങ്കിൽ ധാരാളമാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ ഐ ഷാഡോസാണ് പ്രിഫർ ചെയ്യുക. കാരണം ജസ്റ്റ് നമുക്ക് ആ ഒരു മാറ്റ് ഷെയ്ഡ് ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു ഗ്ലിറ്റർ അതിൻ്റെ മേലെ ഇട്ടാൽ പണി കഴിഞ്ഞു. വേറെ നമ്മൾ ഇരുന്ന് കുത്തബ് മിനാറൊന്നും പണിയേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഇതും ഒരു സേഫ് ആയിട്ടുള്ള ചോയ്സാണ്. ഇനി മസ്കാര ആൻഡ് ഐലൈനർ വരുമ്പം വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാര, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐലൈനർ ആയിരിക്കണം നിങ്ങളൊരു ഫംഗ്ഷൻ എടുക്കേണ്ടത്. ദയവ് ചെയ്തിട്ട് അത് മനസ്സിൽ വെക്കുക. വാട്ടർ പ്രൂഫ് പ്രോഡക്റ്റ്സ് എപ്പോഴും യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു 5, 6, 7 മണിക്കൂറൊക്കെ അല്ലെങ്കിൽ മിനിമം ഒരു 5 മണിക്കൂർ എങ്ങനെയായാലും നമ്മൾ ആ ഒരു ഫംഗ്ഷനിൽ ഇരിക്കേണ്ടതാണ്. വേർക്കാൻ ചാൻസ് ഉണ്ട്, കരയാൻ ചാൻസ് ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് നമ്മൾ അല്ലെങ്കിൽ സിബ്ലിങ്സ് ആണെന്നൊക്കെ ആണെങ്കിൽ അല്ല കരഞ്ഞ് അലമ്പാക്കാനൊക്കെ ഉള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു വാട്ടർ പ്രൂഫ് പ്രോഡക്റ്റാണ് ഏറ്റവും സേഫ്. അപ്പോൾ അത് മനസ്സിൽ വെക്കാം. ഇപ്പോൾ ഷുഗറിൻ്റെ ആണെങ്കിൽ അങ്ങനെ ഒരുപാട് ബ്രാൻഡുണ്ട്. ഞാൻ ബ്രാൻഡൊന്നും സജസ്റ്റ് ചെയ്യണില്ല. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള
ഐലൈനർ, മസ്കാര, കാജൽ ഈ 3 സംഭവം വാട്ടർ പ്രൂഫ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി അടുത്ത് കോണ്ടൂർ, ഹൈലൈറ്റർ, ബ്ലഷ് ഈ സംഭവം ഇടാൻ താല്പര്യമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലഷ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ബ്ലഷ് ഞങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കാറൊന്നുമില്ല. അതല്ല പൗഡർ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം, അതായത് എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരൊറ്റ കാര്യം ക്യാരി ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം സെപ്പറേറ്റ് ക്യാരി ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെ ഇതിനകത്ത് ഇപ്പോൾ കോണ്ടൂർ ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം, ബ്ലഷ് ഉണ്ട്. ഇങ്ങനെ 3 സംഭവങ്ങളുണ്ട്, ഒരുമിച്ചാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഇതിലും മിറർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുമിച്ചുള്ള ഒരൊറ്റ സംഭവം എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് സംഭവത്തിലേക്ക് വരുമ്പോൾ ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ന്യൂഡ് ഷെയ്ഡും ഒരു ബ്രൈറ്റ് ഷെയ്ഡും എടുക്കുക. ഒരു റെഡ് ഷെയ്ഡും, ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഒരു റെഡ് ഷെയ്ഡും ഒരു ന്യൂഡ് ഷെയ്ഡും എടുക്കുക. ഇതെടുത്താൽ എന്താ അറിയോ, നിങ്ങൾക്ക് ഇത് ന്യൂഡ് ഷെയ്ഡ് സെപ്പറേറ്റ് ആയിട്ട് ന്യൂഡ് ഷെയ്ഡ് ആയിട്ട് ഇടാം. റെഡ് ഷെയ്ഡ് നിങ്ങളുടെ ഒരു പാർട്ടി വെയർ ആയിട്ട് ഒരു ഈവനിങ് ഫംഗ്ഷൻ ഇടാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് കളർ കിട്ടും. ഇതിൻ്റെ കൂടെ കൺസീലർ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് കളർ കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇഷ്ടംപോലെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യാനും കൂടി പറ്റും. അതുകൊണ്ടാണ് ഞാനൊരു ന്യൂഡ് ഷെയ്ഡും ഒരു ബ്രൈറ്റ് ഷെയ്ഡും ക്യാരി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഒരു മിനിമൽ കിറ്റ് റെഡിയാക്കി എടുക്കാം. ഇപ്പം നിങ്ങൾ വയ്ക്കുമോ ഇത്രയും സാധനം പറഞ്ഞിട്ടാണോ മിനിമൽ കിറ്റ്? ഇതിനകത്ത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടാത്ത സംഭവം ഇപ്പോൾ ബ്ലഷ്, കോണ്ടൂർ ഒന്നും ചെയ്യാത്തവർക്ക് ആ ഒരു പാലറ്റ് എടുത്ത് മാറ്റാം. ഐ ഷാഡോ വേണ്ടാത്തവർക്ക് ആ പാലറ്റ് എടുത്ത് മാറ്റാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിനെ കുറച്ചും കൂടി ചെറുതാക്കാം. നിങ്ങൾക്ക് ഇനി കൂടുതൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ഓൾട്ടറേഷൻ വരുത്താം. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് എങ്ങനെയാണ് ചൂസ് ചെയ്യാൻ പറ്റുക, സേഫായിട്ട് എങ്ങനെയാണ് സംഭവങ്ങൾ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എൻ്റെ കിറ്റ് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇതിൽ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലാണിത്. നിങ്ങൾക്ക് ഡയറക്റ്റ് പേഴ്സണൽ മെസ്സേജസ് അയക്കാവുന്നതാണ്. ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിനും ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി അറിയുന്ന ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും, ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആവും എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡ് എടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അടുത്തത് ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.